ഹലോ ഫ്രണ്ട്സ്, ഇന്ന് യു കെ പേരൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ മക്കൾക്ക് OCI കാർഡ് എങ്ങനെയാണ് എടുക്കുക, നമ്മുടെ യു കെയിൽ നിന്ന് മൈനർ ആയിട്ടുള്ള ആപ്ലിക്കൻസിന് എങ്ങനെ OCI കാർഡ് എടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം. അതായത് ഞങ്ങള് ലീഗൽ അഡ്വൈസേഴ്സോ അതുപോലെ സോളിസിറ്റേഴ്സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇമിഗ്രേഷൻ ലോയേഴ്സോ ഒന്നുമല്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസസും ആണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഇത് മറ്റുള്ളവർക്ക് ഞങ്ങളെ പോലെ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേർക്ക് ഉപകാരമുള്ളതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ പറയാം. ഞാനും എന്റെ ഹസ്ബൻഡും ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള, യു കെയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഞങ്ങൾ ഇവിടെ യു കെ സിറ്റിസൺസ് അല്ല, ഞങ്ങൾക്ക് സെറ്റിൽമെന്റ് സ്റ്റാറ്റസ് മാത്രമാണുള്ളത്. ഞങ്ങളുടെ 2 മക്കള്, അതായത് രണ്ടാമത്തെ മോളും മൂന്നാമത്തെ മോളും ഇവിടെ ജനിച്ചവരാണ്. അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള ആകെയുള്ള കണക്ഷൻ ഞാനും എന്റെ ഹസ്ബൻഡുമാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് OCI കാർഡ് എടുക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്റെ മക്കൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടോ അതോ ഇന്ത്യയിൽ നിന്നുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ്സോ ഇല്ല. അവർക്ക് ആകെയുള്ളത് യു കെ സിറ്റിസൺഷിപ്പും അതുപോലെ തന്നെ ഇവിടുത്തെ പാസ്പോർട്ടും ആണ് ഉള്ളത്. ഇവിടെ നിന്ന് കിട്ടിയുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ഇവർക്കുള്ളത്. അപ്പൊ ഇവർക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് OCI കാർഡ് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ കൊടുത്തത് എന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ പറയാൻ പോകുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാ വേണ്ടതെന്നുള്ള ലിസ്റ്റ് ഇന്ത്യൻ ഹൈ കമ്മീഷന്റെ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ലിസ്റ്റ് ആണ്. ഈ ഡോക്യുമെന്റ്സ് റിക്വയർഡ് നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. 2 ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളുടെ ഭാഗത്തു നിന്നുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്, അതുപോലെ തന്നെ പേരൻസിന്റെ ഭാഗത്തു നിന്ന്, അതായത് ഇന്ത്യയുമായിട്ടുള്ള അവരുടെ കണക്ഷൻ പേരൻസ് ആയിരിക്കും മിക്ക കേസുകളിലും, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ അങ്ങനെ. അപ്പോ അവരുടെ ഭാഗത്തു നിന്ന് ഏതാണോ കണക്ഷൻ, ഇന്ത്യയുമായിട്ടുള്ള കണക്ഷൻ, ആ കണക്ഷനായിട്ടുള്ള വരുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ കാര്യം മക്കളുടെ ഭാഗത്തു നിന്ന് തുടങ്ങാം. മക്കളുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ട് വേണ്ടത് അവരുടെ പാസ്പോർട്ടാണ്. അപ്പൊ യു കെയിലെ കറണ്ട് പാസ്പോർട്ട്. രണ്ടാമതായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് വേണ്ടത് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്, അതായത് ഫുൾ വേർഷൻ ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്. ആ ഫുൾ വേർഷൻ ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റില് ഒരു രജിസ്ട്രാർ സൈൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ പേരൻസ് ആയ നമ്മളുടെ ഫുൾ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഒറിജിനൽ വേർഷൻ ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇവിടെ ഒരു സംഭവം ഉണ്ട്. നിങ്ങളുടെ മക്കൾക്ക് ഇന്ത്യയുമായിട്ട് അവർക്ക് മുൻപ് ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മുൻപ് ഇന്ത്യയിൽ നിന്നുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു കാര്യമാണെന്ന് വിചാരിക്കുക. അതായത് ഞങ്ങളുടെ മക്കൾക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഒരു കോപ്പീസും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ VFSൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നത് അപ്പോസ്റ്റൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഈ ഫുൾ വേർഷൻ ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് FCDOയിൽ നിന്നും അപ്പോസ്റ്റൽ ചെയ്ത് അതിന്റെ കോപ്പിയും നമുക്ക് പേപ്പർ കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യുന്നത്, ഈ കോപ്പി അല്ല. അപ്പൊ ഇത് ഈ അപ്പോസ്റ്റലിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ 2 രീതിയിലുള്ളത് ചോദിക്കും അവര്. ഈ കോപ്പി മതിയോ അതോ പേപ്പർ കോപ്പി വേണോന്ന്. ഈ പേപ്പർ കോപ്പി തന്നെ വേണം നമുക്ക്. അപ്പൊ പേപ്പർ കോപ്പിക്ക് വേണ്ടിയിട്ടുള്ള അറ്റസ്റ്റേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോസ്റ്റലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇത് ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അപ്പോസ്റ്റൽ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. മക്കൾക്ക് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയത് നാച്ചുറലൈസേഷൻ പ്രോസസ്സ് വഴി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് വഴിയാണെങ്കിൽ ആ രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ മൂന്നാമതായിട്ട് അതാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ബൈ ബർത്ത് വഴിയാണ് കുട്ടിക്ക് രജിസ്ട്രേഷൻ കിട്ടിയതെങ്കിൽ അങ്ങനെയുള്ളൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ. അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാരന്റൽ ഓതറൈസേഷൻ ഫോമും. ഇത് എങ്ങനെയാ ഡൗൺലോഡ് ചെയ്യാന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗവൺമെന്റ് വെബ്സൈറ്റിൽ കയറിയിട്ട് പാരന്റൽ ഓതറൈസേഷൻ ഫോം ഫോർ OCI ആപ്ലിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോം ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ആ ഫോമാണ് നമ്മൾ സൈൻ ചെയ്ത് അതാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഭാഗത്തു നിന്ന്, പേരൻസിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പേരൻസിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ പാസ്പോർട്ട്സ് ഇത് സബ്മിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ പേരൻസിന്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജ് ഓഫ് പാസ്പോർട്ട് വേണം. മദറിന്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും, ഫാദറിന്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും. ഈ 4 സംഭവവും ഈ 4 പേജസും ഒരു PDF ആയിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് ആയിട്ട് എടുക്കണം. ആകെ ഒരു പാരന്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് ഉള്ളൂ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന കൊടുത്ത്. അപ്പൊ നിങ്ങൾ ഈ 4 പേജസും ഒരു PDF ആയിട്ട് എടുത്തിട്ട് വേണം
നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത് കൊടുക്കേണ്ടത്, ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ, പാരന്റ്സിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ് അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്. ഇപ്പൊ അവർ നോൺ UK സിറ്റിസൺസ് ആണ്, അതായത് അവർക്ക് സിറ്റിസൺഷിപ്പ് ഒന്നും ഇല്ല, ഞങ്ങളെ പോലെ സിറ്റിസൺഷിപ്പ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിന്റെ ഷെയർ കോഡ്, അല്ലെങ്കിൽ വിസ. നിങ്ങൾ വിസ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സംഭവവും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാരന്റ്സിന്റെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, വിസ, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിന്റെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആയിട്ടുള്ള ഷെയർ കോഡ് എടുത്തു, അതുപോലെ തന്നെ അവരുടെ വിസ എടുത്തു, എൻ്റെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസിന്റെ ഷെയർ കോഡും വിസയും. ഈ 4 പേജുകളും ഒരു PDF ആയിട്ട് ഇതാണ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി പാരന്റ്സിന്റെ ഭാഗത്തു നിന്നും സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ആണ്, പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് മാരേജ് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ പാരന്റ്സ് ഡിവോഴ്സ്ഡ് ഒക്കെ ആണെങ്കിൽ അവരുടെ കോർട്ട് ഓർഡറും അതുപോലെ കുട്ടിയുടെ കൈവശം വെക്കാൻ ആർക്കാണ് അവകാശം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പ്രിന്റ് എടുത്ത് അതിന്റെ പ്രിന്റും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല, പാരന്റ്സ് ലീഗലി മാരീഡ് ആണ്, അവർക്ക് ഹാപ്പിലി ലിവിങ് ആണെങ്കിൽ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണ് കറന്റ്ലി ലിവ് ചെയ്യണേന്നുള്ള പ്രൂഫ് വേണം. അഡ്രസ് പ്രൂഫിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഫോണിന്റെ ബില്ലോ അല്ലെങ്കിൽ എന്താ പറയാ വൈഫൈയുടെ ബില്ലോ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ഇതൊന്നും പറ്റില്ല. പറ്റുന്ന ഒരു കാര്യമാണ് എനർജി ബില്ല്, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അപ്പോസ്റ്റൽ ചെയ്തിട്ടുള്ള ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അതുപോലെ തന്നെ അവരുടെ സിറ്റിസൺ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇനി ഇല്ലാത്തവർക്ക് അത് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് 4ാമത്തെ കോപ്പിയാണ് ഞാൻ പറയുന്നത്. പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് പാരന്റ്സിന്റെ 2 പേരുടെയും പാസ്പോർട്ടിന്റെ കോപ്പി, അതുപോലെ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ കറന്റ് അഡ്രസ് പ്രൂഫ് ആയിട്ടുള്ള എനർജി ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ പാരന്റ്സിന്റെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പ്രൂവ് ചെയ്യുന്ന ഷെയർ കോഡും, അതുപോലെ വിസയുടെ ഡീറ്റെയിൽസും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സംഭവങ്ങൾ. ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകുന്നതിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി ഉണ്ട്. ഒരു സംഭവമല്ല, 2 സംഭവം. കുട്ടികളാണെങ്കിൽ മൈനർ ചിൽഡ്രൻ, കുഞ്ഞുങ്ങൾക്ക് സൈൻ ചെയ്യാനൊന്നും ആയിട്ടില്ല, പേരെഴുതാനായിട്ടില്ലെങ്കിൽ അവരുടെ തമ്പ് ഇംപ്രഷൻ നിങ്ങൾക്ക് ബ്ലൂ കളറിലോ ബ്ലാക്ക് കളറിലോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പല വീഡിയോകളും സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ചില സ്ഥലങ്ങളിൽ ലെഫ്റ്റ് ഹാൻഡ് ഫോർ ബോയ്സ്, റൈറ്റ് ഹാൻഡ് ഫോർ ഗേൾസ് എന്നൊക്കെ പറയും. പക്ഷെ UK-യില് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ആണ് വേണ്ടത്. മാത്രമല്ല അത് ബ്ലാക്ക് കളറ് അല്ലെങ്കിൽ ബ്ലൂ കളറിലാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ഇങ്ക് പാഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ക് പാഡ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്കെച്ച് പെൻ ഇങ്ങനെ വരച്ചിട്ട് കുട്ടികളെ കൊണ്ട് അത് ചെയ്യാം. അല്ലെങ്കിൽ പെന്ന് ലീക്ക് ആക്കില്ലേ നമ്മള്, അതുപോലെ പെന്ന് ലീക്ക് ആക്കിയിട്ട്, നിങ്ങൾക്ക് ഇല്ലെങ്കിലുള്ള കാര്യമായിട്ട് പറയണേ, ഇങ്ക് പാഡ് ഇല്ലെങ്കിൽ കാര്യമാണ് പറയണേ, പെന്ന് ലീക്ക് ആക്കിയിട്ട് ആ മഷിയില് കൈ മുക്കിപ്പിച്ചിട്ട് അതും നിങ്ങൾക്ക് തമ്പ് ഇംപ്രഷൻ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫോട്ടോ 2x2 ഇഞ്ച് ഫോട്ടോയാണ് വേണ്ടത്. അതിൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. കുട്ടികൾക്ക് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയുള്ള ഫോട്ടോസ് ആണ് വേണ്ടതെന്ന്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഏത് ഫോട്ടോയാണ് സബ്മിറ്റ് ചെയ്തത് ആ ഫോട്ടോ തന്നെ നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് VFSൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതായത് നമുക്ക് കൊണ്ടുപോകാനുള്ള ഡോക്യുമെന്റ്സ്, ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൂഫിന്റെയും എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ഫിസിക്കൽ കോപ്പി നിങ്ങൾ കയ്യിൽ കരുതണം. നിങ്ങൾ ഇത് സൈൻ ചെയ്യാനൊന്നും പോണ്ട. കാരണം ചില സമയത്ത് നമ്മൾ VFSൽ എത്തുമ്പോൾ അവർ പറയും സൈൻ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഓൺലൈനിൽ കാണിക്കുക സെൽഫ് അറ്റസ്റ്റഡ് എന്നായിരിക്കും, അതായത് നമ്മൾ സൈൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം എന്നായിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യാത്ത കോപ്പി ഹാർഡ് കോപ്പി ആയിട്ട് കൊണ്ടുപോയാൽ മതി. അവിടെ ചെന്നിട്ട് അറ്റസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അറ്റസ്റ്റ് ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അറ്റസ്റ്റ് ചെയ്യാത്തുള്ള കോപ്പികളാണ് കൊണ്ടുപോകേണ്ടത്. അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്ത എല്ലാത്തിന്റെയും ഹാർഡ് കോപ്പി എടുക്കുക, അതായത് ഒരു ഫോട്ടോ കോപ്പി എടുക്കുക, അതുപോലെ തന്നെ ഒറിജിനൽ കയ്യിൽ കരുതുക. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പേപ്പേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ആപ്ലിക്കേഷൻ ഫോം. അതായത് കുട്ടിയുടെ ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്.
അപ്പൊ അത് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കണം. പിന്നെ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോം ഉണ്ട്. ഈ ഡിക്ലറേഷൻ ഫോം നമ്മൾക്ക് ചെയ്യുമ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫോർ മൈനർ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ സിഗ്നേച്ചർ ഓഫ് ദി ആപ്ലിക്കന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആപ്ലിക്കന്റ് കുട്ടിയാണ്, പക്ഷെ നമുക്ക് കുട്ടിയുടെ തമ്പ് ഇംപ്രഷൻ ആണ് വെക്കേണ്ടതെന്ന് വെച്ച് നിങ്ങൾ തമ്പ് ഇംപ്രഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങൾ അവിടെ പോയി ചോദിച്ചിരുന്നു, VFSൽ പോയി ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് പാരന്റിന്റെ ഒന്നെങ്കിൽ ബോത്ത് പാരന്റ്സിന്റെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, അങ്ങനെ അല്ലെങ്കിൽ ആരുമായിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഫാദറിന്റെ സിഗ്നേച്ചർ ആണെങ്കിൽ ഫാദറിന്റെ സിഗ്നേച്ചർ, അല്ലെങ്കിൽ മദറായിട്ട് കണക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ മദറിന്റെ സിഗ്നേച്ചർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹസ്ബൻഡിനും വൈഫിനും സിഗ്നേച്ചർ ചെയ്യണമെങ്കിൽ അങ്ങനെ 2 പേരുടെ സിഗ്നേച്ചർ ചെയ്തോളാനാണ് എനിക്ക് VFSൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവ്. അപ്പൊ ഇവിടെ കൊടുക്കേണ്ട സിഗ്നേച്ചർ, ഈ ഡിക്ലറേഷൻ ഫോമിൽ നിങ്ങൾ കൊടുക്കേണ്ട സിഗ്നേച്ചർ പാരന്റിന്റെ ആണ്, ഒരിക്കലും ചൈൽഡിന്റെ അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാം, ഈ 4 പേജുകൾ ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട്. നമ്മള് ഓൺലൈനിൽ കയറി OCI ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ VFSൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി പോകണം. ആ VFSൽ അപ്പോയിന്റ്മെന്റിന് വേണ്ടി പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അറിയുക ആ പേപ്പറില്ല, ഈ പേപ്പറില്ല, ആ അറ്റസ്റ്റേഷൻ ഇല്ല, ഈ അറ്റസ്റ്റേഷൻ ഇല്ല എന്നൊക്കെ പറയാ. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് ഒരുപാട് പേപ്പറുകൾ കോപ്പി എടുക്കേണ്ടതായി വരും. അവിടെയാണെങ്കിൽ ഓരോ പേപ്പർ കോപ്പി എടുക്കുന്നതിനും വളരെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ ചില സമയത്ത് അവര് പറയും ഈ പേപ്പർ ഇല്ല, അതുകൊണ്ട് ഇപ്പൊ പറ്റില്ല ചെയ്യാനായിട്ട്, പോയിട്ട് തിരിച്ചു വരൂ, ഈ പേപ്പറും കൊണ്ട് വരൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റൽ ചെയ്യാനായിട്ട് നമുക്ക് 25 days ആണ് പറയുന്നത്. ചിലപ്പോൾ അതിന് മുൻപും കിട്ടും. പക്ഷെ ഇതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 pound ആണ് വേണ്ടി വന്നത്. പിന്നെ 5 pound അവർക്ക് റിട്ടേൺ ചെയ്യാനായിട്ട്, അവർക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 5 pound, അങ്ങനെ 50 pound ആണ് ഇതിന് ആവശ്യമായിട്ടുള്ള ചെലവ് വേണ്ടി വന്നത്. പിന്നെ അവര് ആപ്ലിക്കേഷനിൽ അവരൊരു സംഭവം പറയുന്നുണ്ട്, നിങ്ങൾക്ക് തേർഡ് പാർട്ടി വഴി ചെയ്തതാണെങ്കിൽ 2 ദിവസം കൊണ്ട് കിട്ടുന്നൊക്കെ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേ ചെയ്യേണ്ടത് 85 pound നമുക്ക് ആപ്ലിക്കേഷൻ ഫീ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത് തിരിച്ചയക്കാനൊക്കെ ആയിട്ട് 95 pound ആവും. അപ്പൊ നമുക്ക് ഈ എളുപ്പത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇങ്ങനെ എടുത്ത് വെക്കുക. ഈ അപ്പോസ്റ്റലിന് വേണ്ടിയിട്ട് നിങ്ങൾ FCDOയിൽ കയറി ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രമാണ്, പേപ്പർ കോപ്പി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് VFSൽ ആപ്ലിക്കേഷന് വേണ്ടി പോകാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ VFSൽ കയറിയിട്ട് VFS UKയിൽ കയറി അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് OCI ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കണം. ഇതെല്ലാം വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. പിന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഉടനെ വരുന്നുണ്ട്, അതെല്ലാവരും കാണണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒരു ലൈക്ക് തരിക. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.